ഗുഡ് ഈവനിങ്, വെൽക്കം ടു ദി ഇലക്ഷൻ ചാനൽ. എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതോടെ തെരഞ്ഞെടുപ്പ് ഫലത്തിനായുള്ള ആകാംക്ഷയിലാണ് വോട്ടർമാർ. കേരളത്തിൽ UDFനാണ് മുൻതൂക്കം എന്ന് പ്രവചിക്കുകയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ. പുറത്തു വന്നതോടെ മറ്റൊരു പ്രധാന വിഷയം കൂടി ചർച്ചയാവുകയാണ്. UDF അധികാരത്തിലെത്തിയാൽ ആ മുന്നണിയുടെ യഥാർത്ഥ ശക്തി കേന്ദ്രം ആരായിരിക്കും? ലീഗ് ആയിരിക്കും. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മുന്നണിയാണെങ്കിൽ മുസ്ലിം ലീഗിന്റെ സ്വാധീനം എത്രത്തോളം വർദ്ധിക്കും എന്ന ചോദ്യമാണ് രാഷ്ട്രീയ കേരളം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. കേരളത്തിന്റെ അടുത്ത രാഷ്ട്രീയ സമവാക്യം നിർണ്ണയിക്കുന്ന ഈ നിർണായക ചോദ്യത്തിലേക്ക് കടക്കാം. വെൽക്കം ടു ദി ഇലക്ഷൻ ചാനൽ. കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും സംഘടിതമായ ഘടകകക്ഷികളിൽ ഒന്നാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. സ്വന്തം വോട്ട് ബാങ്കും വ്യക്തമായ സംഘടനാ ശക്തിയും സ്ഥിരമായ സ്വാധീനവും UDFൽ ലീഗിനുണ്ട്. അതുകൊണ്ട് തന്നെ UDF അധികാരത്തിലെത്തിയാൽ അടുത്ത 5 വർഷം ലീഗിന്റെ പങ്ക് എന്തായിരിക്കും? അത് വെറും ഘടകകക്ഷിയുടേതായിരിക്കുമോ എന്ന ചോദ്യം ഉയരുകയാണ്. അല്ലെങ്കിൽ അധികാര നിർണയത്തിനുള്ള ഒരു ശക്തിയായി ലീഗ് ഉയരുമോ എന്നതാണ് പ്രധാനമായും ചർച്ചയാകുന്നത്. കോൺഗ്രസ് മുഖ്യമന്ത്രിയെ നിശ്ചയിച്ചാലും മന്ത്രിസഭാ രൂപീകരണത്തിൽ നിന്ന് നയനിർണയങ്ങളിലേക്ക് വരെ ലീഗിന്റെ സ്വാധീനം എത്രമാത്രം ഉണ്ടാകും? മുന്നണിയിലെ തീരുമാനങ്ങൾ കോൺഗ്രസിന്റെ നേതൃത്വത്തിലായിരിക്കുമോ അതോ ലീഗിന്റെ പിന്തുണ അനിവാര്യമായ രാഷ്ട്രീയ യാഥാർത്ഥ്യമായി മാറുമോ? അതൊരു ചോദ്യമാണ്. അടുത്ത 5 വർഷം UDFൽ മുസ്ലിം ലീഗിന്റെ യഥാർത്ഥ ശക്തി എത്ര വിപുലമായിരിക്കും? കോൺഗ്രസിനെ നിയന്ത്രിക്കാൻ ലീഗ് ശക്തമാണോ? UDF അധികാരത്തിലെത്തിയാൽ മുസ്ലിം ലീഗ് പൂർണ്ണ അധികാര കേന്ദ്രമായി മാറുമോ? ഈ ഒരു വലിയ ചോദ്യം ഇന്ന് രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുകയാണ്. VD സതീശനെ പിന്തുണച്ച് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ രംഗത്തെത്തിയതോടുകൂടി ഈ ചർച്ച കൂടുതൽ സജീവമായി. സതീശന് ലഭിക്കുന്ന പിന്തുണ ജനങ്ങളുടെ അഭിപ്രായമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. UDFൽ ഒന്നും ചോദിച്ചു വാങ്ങാൻ ലീഗ് ആഗ്രഹിക്കുന്നില്ല, ഉപമുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടാനും ആഗ്രഹിക്കുന്നില്ല എന്ന് വ്യക്തമാക്കുമ്പോൾ അർഹതപ്പെട്ടത് ലീഗിന് കിട്ടും എന്ന് പാണക്കാട് തങ്ങൾ പറഞ്ഞു വെക്കുന്നു. കേൾക്കാം ആ പ്രതികരണം. അത് എക്സിറ്റ് പോളിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. അതെ, ആളുകൾ ആ രീതിയിൽ വിധേയതൊന്നും ആളുകളുടെ അഭിപ്രായം അതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ അങ്ങനെയുള്ള അവകാശവാദം ഒന്നും പറഞ്ഞിട്ടില്ല, ഞങ്ങൾ ചർച്ച തന്നെ ചെയ്തിട്ടില്ല. നല്ലൊരു മന്ത്രിസഭ രൂപീകരിക്കണം, ആ UDFന് നല്ലൊരു ഭരണം കാഴ്ചവെക്കണം, അത്രേ ഉള്ളൂ. പ്രവർത്തകന്മാർക്ക് ഞങ്ങൾക്ക് ആഗ്രഹിക്കാമല്ലോ, അതിനിപ്പോൾ അവർ തടയിടാൻ പറ്റില്ലല്ലോ. അർഹതപ്പെട്ടത് ലീഗിന് കിട്ടും, അത്രേ ഉള്ളൂ. ഞങ്ങൾ അവകാശവാദം ഒന്നും ഉന്നയിക്കുന്നില്ല. ഞങ്ങൾ വേറെ ആരുടെയെങ്കിലും അജണ്ട അനുസരിച്ചല്ല പ്രവർത്തിക്കുന്നത്. മുസ്ലിം ലീഗിൻ്റേതായിട്ടുള്ളൊരു അജണ്ടയുണ്ട്. കഴിഞ്ഞ 7.5 പതിറ്റാണ്ട് കാലമായി ആ അജണ്ടയാണ് മതേതരത്വത്തിൻ്റെ, ജനാധിപത്യത്തിൻ്റെ, സാമുദായിക സൗഹാർദ്ദത്തിൻ്റെ അജണ്ടകളാണ് മുസ്ലിം ലീഗിനുള്ളത്. അതനുസരിച്ചാണ് മുസ്ലിം ലീഗ് മുന്നോട്ട് പോകുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശനെ ലീഗ് പിന്തുണച്ചതാണ് ഇപ്പോഴത്തെ വലിയ ചർച്ചാ വിഷയം. സതീശന് ലഭിക്കുന്ന പിന്തുണയെ സംബന്ധിച്ച് മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനാണ് അത് ജനങ്ങളുടെ അഭിപ്രായമാണല്ലോ എന്ന് ഉള്ള മറു ഉത്തരം ഉണ്ടായത്. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നായിരുന്നു സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ മറുപടി. ജനവികാരം പരിഗണിച്ചും ആയിരിക്കും UDF തീരുമാനങ്ങൾ കൈക്കൊള്ളുക എന്നും എക്സിറ്റ് പോൾ ആത്മവിശ്വാസം നൽകുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കുമ്പോൾ തങ്ങൾക്ക് വലിയ ഒരു ശുഭാപ്തി വിശ്വാസമാണുള്ളത് എന്നാണ് ലീഗ് നേതൃത്വം പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന എക്സിറ്റ് പോളുകൾ വലിയ ആത്മവിശ്വാസമാണ് നൽകുന്നത് എന്ന് അവർ പറയുമ്പോൾ അതൊരു ഏജൻസി മാത്രമല്ല, അത് കൂടുതൽ ആളുകൾ അങ്ങനെ പ്രവചിക്കുന്നു എന്നതാണ് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത്. UDFന് വിജയകരമായി എല്ലാം ഒരേപോലെ പറയുന്നു എന്നതാണ്, UDF വിജയിക്കുമെന്ന് എല്ലാവരും ഒരേപോലെ പറയുന്നു എന്നതാണ് നേട്ടമായി കാണുന്നത്. അപ്പോൾ എക്സിറ്റ് പോളിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ പ്രതീക്ഷിക്കുന്നു എന്നൊക്കെ സാദിഖ് അലി തങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ മുൻകാല കാലങ്ങളിൽ മുസ്ലിം ലീഗിന് നല്ല പരിഗണന മന്ത്രിസഭയിൽ ലഭിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കുമ്പോൾ വരാനിരിക്കുന്ന കാലഘട്ടത്തിലും അത് പ്രതീക്ഷിക്കുന്നു എന്ന ശുഭാപ്തി വിശ്വാസം അവിടെയുണ്ട്. പക്ഷേ ഒന്നും ചോദിച്ചു വാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഉപമുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുന്നു. പക്ഷേ അർഹതപ്പെട്ടത് ലീഗിന് കിട്ടും എന്ന് എടുത്ത് പറയുകയും ചെയ്യുന്നു. അപ്പോൾ ലീഗിൻ്റെ ഒരു അടുത്ത
ഇനി UDF അധികാരത്തിൽ വരികയാണെങ്കിൽ, എക്സിറ്റ് പോൾ ഫലങ്ങൾ ശരിയാവുകയാണെങ്കിൽ ലീഗിൻ്റെ അടുത്ത ഒരു രീതി എന്തായിരിക്കും, ലീഗ് ഏതു തരത്തിലായിരിക്കും പ്രവർത്തിക്കുക, അങ്ങനെയുള്ള 100,000 ചോദ്യങ്ങളാണ് രാഷ്ട്രീയ കേരളത്തിൽ വരുന്നത്. അപ്പോൾ ഇത്തവണ നിയമസഭയിൽ പാർട്ടി ഏതായാലും റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുമെന്നാണ് ലീഗിൻ്റെ ഒരു വിലയിരുത്തൽ. അപ്പോൾ അംഗബലം എന്ന് കണക്കാക്കുമ്പോൾ അത് വലിയ തോതിൽ ഈ നിയമസഭയിൽ ഉണ്ടാകും എന്ന് ലീഗ് വിലയിരുത്തുന്നു. അപ്പോൾ 27 സീറ്റുകളിലാണ് ഇത്തവണ ലീഗ് മത്സരിച്ചത്. അതിൽ 22 സീറ്റിലെങ്കിലും തീർച്ചയായും ജയിക്കാനാകും എന്നൊരു കണക്കുകൂട്ടൽ ലീഗിനുണ്ട്. ഒന്നാം നിയമസഭ മുതൽ മുസ്ലിം ലീഗിന് ഈ അസംബ്ലിയിൽ പ്രാതിനിധ്യം ഉണ്ട്. 2011 ഏറ്റവും കൂടുതൽ അംഗങ്ങൾ ഉണ്ടായത്. അന്ന് 20 സീറ്റ് ലഭിച്ചു. ഏതായാലും മഞ്ചേശ്വരം, കാസർഗോഡ്, അഴീക്കോട്, കോഴിക്കോട് സൗത്ത്, കൊടുവള്ളി, തിരുവമ്പാടി, കൊണ്ടോട്ടി, അതുപോലെ ഏറനാട്, മഞ്ചേരി, പെരിന്തൽമണ്ണ, മങ്കട, മലപ്പുറം, വേങ്ങര, വള്ളിക്കുന്ന്, തിരൂരങ്ങാടി, താനൂർ, തിരൂർ തുടങ്ങിയ കോട്ടക്കൽ, മണ്ണാർക്കാട്, കളമശ്ശേരി ഇവിടെയൊക്കെ ലീഗിന് ശക്തിയുണ്ട് എന്ന് പറയുന്നു. അന്ന് ഈ 20 മണ്ഡലങ്ങളിലും ലീഗിന് വിജയിക്കാനും കഴിഞ്ഞിരുന്നു. 2016-ൽ 18 അത് MLA-മാരായി, 2021-ൽ 15ആയി. അപ്പോൾ ഇത്തവണ 2021-നേക്കാൾ മെച്ചപ്പെട്ട നിലയിലേക്ക് നീങ്ങും ലീഗ് എന്നാണ് അവരുടെ ഒരു വിലയിരുത്തൽ. ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട് എന്നവർ കണക്കാക്കുന്നു. പാർട്ടിയുടെ ശക്തമായ സംഘടനാ സംവിധാനം ഗുണം ചെയ്യും എന്ന് ലീഗ് കരുതുന്നു. അതുപോലെ തന്നെ വ്യത്യസ്ത വിഭാഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടിക UDFന് മുന്നോട്ട് വയ്ക്കാൻ കഴിഞ്ഞു എന്നത് നേട്ടമാകുമെന്ന് ലീഗ് കരുതുന്നു. ന്യൂനപക്ഷ, ഭൂരിപക്ഷ, മതേതര വോട്ടുകളുടെ ഒക്കെ ഒരു പിൻബലം ഇത്തവണ UDFന് ലഭിക്കും എന്ന് കണക്കുകൂട്ടുന്ന ലീഗ് തങ്ങൾക്കും അതിൻ്റെ നേട്ടമുണ്ടാകും എന്ന് വിലയിരുത്തുകയാണ്. അപ്പോൾ ഇതൊക്കെ അനുകൂല ഘടകങ്ങളായി കണ്ടുകൊണ്ട് വലിയ ഒരു നേട്ടം പ്രതീക്ഷിക്കുകയാണ് ലീഗ്. അപ്പോൾ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളുടെ വോട്ടുകൾ സാധാരണഗതിയിൽ ചിഹ്നുന്ന അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഭയം ഒക്കെ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ അത്തരമൊരു ഭയമില്ല. മറ്റ് ഘടകകക്ഷികളെല്ലാം എല്ലായിടത്തും ലീഗ് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന ഒരു വിലയിരുത്തലിലാണ് അവരുള്ളത്. അപ്പോൾ ഭരണം ലഭിച്ചാൽ മുസ്ലിം ലീഗിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടാനുള്ള സാഹചര്യങ്ങളുണ്ട്. പക്ഷേ അതിപ്പോഴും അങ്ങനെയുള്ള അഭ്യൂഹങ്ങളെല്ലാം അവർ തള്ളിക്കളയുകയാണ്. അപ്പോൾ ഈ സാമുദായിക സന്തുലിതാവസ്ഥയെയൊക്കെ ബാധിക്കുന്ന തരത്തിലുള്ള ആവശ്യങ്ങൾ ഉയർത്താൻ ലീഗില്ല എന്നവർ വ്യക്തമാക്കുകയാണ്. ഏതായാലും അഴീക്കോടും പേരാമ്പ്രയും ഉൾപ്പെടെയുള്ള സീറ്റുകളിൽ ലീഗിന് ഇത്തവണ വിജയപ്രതീക്ഷയുണ്ട് എന്നതാണ് അവരുടെ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്ന വിവരം. മലപ്പുറത്ത് മത്സരിച്ച സീറ്റുകളിൽ എല്ലാം നേടാൻ കഴിയും എന്ന് തറപ്പിച്ച് പറയുന്നു. കഴിഞ്ഞ തവണ മുസ്ലിം ലീഗിന് നഷ്ടപ്പെട്ടതാണ് ഈ അഴീക്കോട് മണ്ഡലം. ഇത്തവണ അത് തിരിച്ചുപിടിക്കും എന്ന് നേതൃത്വം പറയുകയാണ്. നേതൃത്വം അത്തരത്തിലുള്ള ഒരു വിലയിരുത്തലിലാണ്. UDF സ്ഥാനാർത്ഥിയായി അവിടെ അഴീക്കോടിൽ കരീം ചേലേരിയാണ് ഇത്തവണ ജനവിധി തേടിയത്. അപ്പോൾ സിറ്റിംഗ് MLA KV സുമേഷിനെതിരെ കരീം ചേലേരിക്ക് നിർണായക വിജയം നേടാൻ കഴിയും എന്നൊരു പ്രതീക്ഷ ലീഗിനുണ്ട്. പക്ഷേ ആ മണ്ഡലത്തിലെ വലിയ ജനസമ്മതനാണ് സുമേഷ് എന്ന കാര്യം അവിടെയുള്ള എല്ലാവർക്കും അറിയാം. ആ ഒരു ജനബന്ധം അദ്ദേഹത്തിന് ഒരു കരുത്താണ്. പക്ഷേ അതിനെ അതിജീവിക്കാൻ ഈ ലീഗ് സ്ഥാനാർത്ഥി കരീം ചേലേരിക്ക് കഴിയുമോ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ UDFന് നേട്ടമുണ്ടായിരുന്നത് ഏതാണ്ട് 21,857 വോട്ടിൻ്റെ ഒരു ലീഡാണ് ആ മണ്ഡലത്തിൽ നിന്ന് ഉണ്ടായത്. UDFന് ആ ഭൂരിപക്ഷം ഇപ്പോൾ ലീഗിന് ഒരു ആത്മധൈര്യം നൽകുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിലും ആ നേട്ടമുണ്ടായി. ഇതൊക്കെയാണ് ലീഗിൻ്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത്. അപ്പോൾ അഴീക്കോട് വിജയപ്രതീക്ഷയുണ്ടെങ്കിലും കൂത്തുപറമ്പിൽ പക്ഷേ ലീഗിന് അത്ര ആത്മവിശ്വാസമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും കാസർഗോഡും മഞ്ചേശ്വരം സീറ്റുകളിൽ വിജയം ഉറപ്പാണെന്ന് കണക്കുകൂട്ടുന്നു. പേരാമ്പ്രയിലും കുന്നമംഗലത്തും കടുത്ത മത്സരമായിരിക്കുമെങ്കിലും പേരാമ്പ്രയിലൊക്കെ യുവജനങ്ങളുടെ വോട്ട് മറിഞ്ഞു കിട്ടും എന്നൊക്കെയുള്ളൊരു കണക്കുകൂട്ടൽ ലീഗിനുണ്ട്. അങ്ങനെ വന്നാൽ ഫാത്തിമ തെഹ്ലിയയ്ക്ക് അവിടെ സാധ്യതയുണ്ട് എന്ന് ലീഗ് നേതൃത്വം വിലയിരുത്തുന്നു. കോഴിക്കോട് ലീഗിൻ്റെ 4 സീറ്റുകളും അവർ വലിയ വിജയപ്രതീക്ഷയിൽ തന്നെയാണ്. കോഴിക്കോട് സൗത്തിലായാലും തിരുവമ്പാടിയിലായാലും താനൂരിലായാലും കുറ്റ്യാടിയിലായാലും കളമശ്ശേരിയിലായാലും അതൊക്കെ ഇത്തവണ തിരിച്ചുപിടിക്കാൻ കഴിയും എന്ന് ലീഗ് നേതൃത്വം കണക്കുകൂട്ടുന്നു. അപ്പോൾ ഇതൊക്കെ വന്നാൽ ലീഗിന് ഈ മുന്നണിയിൽ എത്ര കരുത്തു വരും എന്നതാണ് ഒരു പ്രധാന ചോദ്യം. 140 സീറ്റുകളിൽ 92 കോൺഗ്രസ് ചിഹ്നത്തിൽ സ്ഥാനാർത്ഥികൾ ഇത്തവണ മത്സരിച്ചത്. മറ്റിടത്ത് 3 സ്വതന്ത്രയും കോൺഗ്രസ് പിന്തുണച്ചിട്ടുണ്ട്. അപ്പോൾ മുസ്ലിം ലീഗ് 27 സീറ്റുകളിലാണ് ഇത്തവണ ജനവിധി തേടിയത്. അവിടെയാണ് 22 സീറ്റുകളിലെങ്കിലും ജയിക്കാൻ തീർച്ചയായും കഴിയും എന്ന ഒരു പ്രതീക്ഷ ലീഗ് മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ കോൺഗ്രസ് 1/3 സീറ്റുകൾ മാത്രമേ ലീഗിനുള്ളൂ കോൺഗ്രസിനോട് താരതമ്യം ചെയ്യുമ്പോൾ. അപ്പോൾ ആ ലീഗിന് എത്ര വലിയ കരുത്താകാൻ കഴിയും എന്ന ഒരു ചോദ്യം
അവിടെ ഉയരുന്നുണ്ടെങ്കിലും ലീഗ് ഭരണം നിശ്ചയിക്കും എന്നൊക്കെ തരത്തിലുള്ള ചർച്ചകൾ മുറുകുകയാണ്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് 8 സീറ്റിലാണ് മത്സരിക്കാൻ കഴിഞ്ഞത്. RSPക്ക് 4, പിന്നെ ഈ TMCയും അതുപോലെ അൻവറിനുമൊക്കെ, അൻവറിൻ്റെ TMCക്കും ഒക്കെ 1 സീറ്റ്, CMPക്ക് 1 സീറ്റ്, അങ്ങനെയാണ് UDFിൻ്റെ വിഭജനം ഉണ്ടായത്. അപ്പോൾ UDF അധികാരത്തിലെത്തിയാൽ ലീഗ് ഭരിക്കുമെന്ന ആക്ഷേപം ഇന്ന് ഉന്നയിച്ചിട്ടുള്ളത് SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനാണ്. സതീഷിന് എന്തും പറയാനുള്ള ധൈര്യത്തിനു പിന്നിൽ ലീഗാണ് എന്നും കോൺഗ്രസിൽ ആര് മുഖ്യമന്ത്രിയാകണമെന്ന് പറയാൻ ലീഗിന് എന്ത് അവകാശമാണ് ഉള്ളത് എന്നും വെള്ളാപ്പള്ളി ചോദിക്കുകയാണ്. ലീഗിൻ്റെ ഭരണമുണ്ടായാൽ രാജ്യത്ത് അരാജകത്വം നിറയും എന്ന് വെള്ളാപ്പള്ളി ആക്ഷേപിക്കുന്നു. UDFിനും മുസ്ലിം ലീഗിനും എതിരെ കടുത്ത വിമർശനമാണ് വെള്ളാപ്പള്ളി ഉന്നയിക്കുന്നത്. കോൺഗ്രസ് മുഖ്യമന്ത്രി ആരാകണമെന്ന് ലീഗ് തീരുമാനിക്കുന്നത് ശരിയല്ല എന്ന് അദ്ദേഹം പറയുകയാണ്. ഇതൊക്കെ രാഷ്ട്രീയ കേരളത്തിൽ വലിയ തോതിൽ ചർച്ചയാവുകയാണ്. UDF അധികാരത്തിൽ വന്നാൽ അത് ലീഗിൻ്റെ മത ആധിപത്യ ഭരണമായി മാറും എന്നാണ് വെള്ളാപ്പള്ളി കണ്ടുപിടിക്കുന്നത്. VD സതീശൻ പലരെക്കെതിരെയും സംസാരിക്കുന്നത് ലീഗിൻ്റെ പിന്തുണയോടുകൂടിയാണെന്ന ആക്ഷേപം വെള്ളാപ്പള്ളി ഉന്നയിക്കുകയാണ്. ലീഗ് ഭരണം വന്നാൽ മാറാട് സംഭവങ്ങൾ ആവർത്തിക്കും എന്ന മുന്നറിയിപ്പ് വെള്ളാപ്പള്ളി നൽകുകയാണ്. അപ്പോൾ വെറും 3 വർഷത്തേക്ക് ഭരിക്കാൻ വന്നവരാണ് ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തിനായി കടിപിടി കൂടുന്നത് എന്നൊക്കെയുള്ള പരിഹാസം. സർവേ ഫലം എല്ലായ്പ്പോഴും ശരിയാകണമെന്നില്ല എന്ന് വെള്ളാപ്പള്ളി പറയുന്നു. അത് തെറ്റിയ ചരിത്രമുണ്ട് എന്ന് വെള്ളാപ്പള്ളി പറയുന്നു. ചെറിയ ഭൂരിപക്ഷത്തിലെങ്കിലും പിണറായി സർക്കാർ അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഇടതുപക്ഷത്തെ പിന്തുണച്ചുകൊണ്ടാണ് രൂക്ഷമായ ഭാഷയിൽ എന്ന് ലീഗിനെ വെള്ളാപ്പള്ളി നടേശൻ വിമർശിക്കുന്നത്. അപ്പോൾ വെള്ളാപ്പള്ളിയുടെ കണക്കുകൂട്ടൽ ഇപ്പോഴും ചെറിയ തോതിലെങ്കിലും ഒരു ഭൂരിപക്ഷത്തിൽ വരും എന്ന്, LDF അധികാരത്തിൽ വരും എന്നാണ്. അപ്പോൾ സതീഷിന് എന്തും പറയാനുള്ള ധൈര്യത്തിന് മുന്നിൽ ലീഗാണെന്ന് വെള്ളാപ്പള്ളി പറയുമ്പോൾ താൻ LDF അധികാരത്തിൽ വരും എന്നാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. കോൺഗ്രസിൽ ആര് മുഖ്യമന്ത്രിയാകണമെന്ന് ഘടകകക്ഷിയായി ലീഗ് പറയാൻ പാടുണ്ടോ എന്ന് വെള്ളാപ്പള്ളി ചോദിക്കുന്നു. അതുപോലെ തന്നെ അത് കോൺഗ്രസ് ആണ് പറയേണ്ടത് എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഏതായാലും 4-ാം തീയതി വരെ കാത്തിരിക്കാം. ഇടതുപക്ഷത്തിന് അവസാനം 60 ലക്ഷം പേർക്കാണ് 4000 രൂപ വെച്ച് കൊടുത്തത്. പാവപ്പെട്ടവർക്ക് ഒരുപാട് സഹായങ്ങൾ ഇടതുപക്ഷം ചെയ്തു, ന്യൂനപക്ഷങ്ങൾക്കും ചെയ്തു എന്നൊക്കെ അദ്ദേഹം പറയുന്നു. ചെറിയ ഭൂരിപക്ഷത്തിലെങ്കിലും പിണറായി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരും എന്ന് വെള്ളാപ്പള്ളി പറയുമ്പോൾ അത് തൻ്റെ ആഗ്രഹമായിരിക്കാം എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അത് തെറ്റാം, പക്ഷേ ശരിയാകാം. അത് 4-ാം തീയതി അതിനെപ്പറ്റി ഒരു അവലോകനം നടത്താം എന്ന് പറഞ്ഞുകൊണ്ടാണ്, അതാണ് ഭംഗി എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളാപ്പള്ളി അവസാനിപ്പിക്കുമ്പോൾ ലീഗിനെതിരെ ശക്തമായ ഒരു ആക്ഷേപമാണ് അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്യുന്നത്. അതോടൊപ്പം ഇന്ന് കേരളത്തിൽ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ ഇന്ന് ടുഡേസ് ചാണക്യയുടെ ഫലം ഇന്നാണ് പുറത്തു വന്നിട്ടുള്ളത്. കേരളത്തിൽ ഇടതുമുന്നണിക്ക് അനുകൂലമായ സാഹചര്യമാണ് എന്ന് റിയാസ് ഇന്ന് നേരത്തെ പറഞ്ഞിരുന്നു. ഏതായാലും ഞാൻ അതിനു മുൻപ് ഈ ടുഡേസ് ചാണക്യയുടെ സീറ്റ് ഫലങ്ങളിലേക്ക് വരികയാണ്. ടുഡേസ് ചാണക്യ ഇന്ന് നൽകിയിട്ടുള്ള ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ UDFന് 69 സീറ്റുകളാണ് പ്രഡിക്റ്റ് ചെയ്യുന്നത്. അതിൽ 9 കൂടാം കുറയാം, ±69 എന്നാണ് ടുഡേസ് ചാണക്യയുടെ പ്രഡിക്ഷൻ. അതോടൊപ്പം തന്നെ LDFന് 64 സീറ്റുകൾ വരെ ലഭിക്കാം, 9 സീറ്റുകൾ കൂടാം, അതിൽ 9 സീറ്റുകൾ കുറയാം എന്ന് പറയുന്നു. അപ്പോൾ അത് 55 ആകാം, ചിലപ്പോൾ അത് അങ്ങോട്ടേക്ക് 64 സീറ്റാകാം, ചിലപ്പോൾ അത് വീണ്ടും അവിടെ നിന്ന് 9 സീറ്റുകൾ കൂടി നേടി 73ലേക്ക് എത്താം എന്ന് ടുഡേസ് ചാണക്യ പറയുന്നു. അതുപോലെ BJPയെ സംബന്ധിച്ചിടത്തോളം ടുഡേസ് ചാണക്യയുടെ ഫലങ്ങൾ ഇങ്ങനെയാണ്. അത് BJPക്ക് 7 സീറ്റുകൾ ആണ് കിട്ടാൻ, 4 മുതൽ 7 സീറ്റുകൾ വരെ കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് ടുഡേസ് ചാണക്യ പറയുന്നു. 7 സീറ്റാണ് പറയുന്നത്, ചിലപ്പോൾ 4 സീറ്റ് കുറയാം, 4 സീറ്റ് കൂടാം. അപ്പോൾ എങ്ങനെ കുറഞ്ഞാലും 3 മുതൽ 11 സീറ്റുകൾ വരെ BJPക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ടുഡേസ് ചാണക്യ കാണുകയാണ്. അപ്പോൾ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ കാര്യമായ അല്ലെങ്കിൽ വളരെ കൃത്യമായ ഫലം നൽകിയ ഒരു അനാലിസിസാണ് ടുഡേസ് ചാണക്യ നടത്തിയത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ടുഡേസ് ചാണക്യയുടെ പ്രതികരണങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ ടുഡേസ് ചാണക്യയുടെ കണക്ക് അനുസരിച്ച് വരുന്നത് UDFന് 69 സീറ്റുകൾ ലഭിക്കാം, അതിൽ 9 കൂടുകയോ കുറയുകയോ ചെയ്യാം. അപ്പോൾ UDFന് 9 ഏതാണ്ട് UDFന് 40% ആളുകളുടെ വോട്ടാണ് ലഭിച്ചിരിക്കുന്നത് എന്ന് ടുഡേസ് ചാണക്യ പറയുന്നു.
അതോടൊപ്പം LDF 38% ആളുകളുടെ വോട്ട് ലഭിച്ചിരിക്കുന്നു. 38 മുതൽ 41 വരെ, UDF 40 മുതൽ 43 വരെ ശതമാനം വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. BJPക്ക് 20 മുതൽ 23% വരെ വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട് എന്ന് ടുഡേസ് ചാണക്യ വ്യക്തമാക്കുകയാണ്. അപ്പോൾ ടുഡേസ് ചാണക്യയുടെ ഫലം വളരെ പ്രധാനമാകുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കുറെ കൂടി കൃത്യമായ കണക്കുകൾ അവതരിപ്പിക്കാൻ ടുഡേസ് ചാണക്യയ്ക്ക് കഴിഞ്ഞു എന്നതാണ് അതിൽ ഒരു ഘടകമായി വരുന്നത്. ഏതായാലും വലിയൊരു മൃഗീയ ഭൂരിപക്ഷം അങ്ങനെ UDF ടുഡേസ് ചാണക്യ നൽകുന്നത് ഈ 69 സീറ്റുകൾ പ്ലസ് 9 കൂടിയാൽ 69 നിന്ന് 78 സീറ്റുകൾ വരെ കിട്ടാം എന്ന് പറയുന്നു. അപ്പോൾ 78 സീറ്റുകൾ വരെ കിട്ടാം. LDF അതേസമയം കിട്ടാനിരിക്കുന്നത് 73 വരെ സീറ്റുകൾ കിട്ടാം. അപ്പോൾ വലിയ ഒരു വാശിയേറിയ മത്സരം നടന്നു എന്ന് തന്നെയാണ് ടുഡേസ് ചാണക്യയുടെ ഫലങ്ങൾ വരുന്നത്. പക്ഷേ BJPക്ക് വലിയൊരു മേൽക്കൈ അല്ലെങ്കിൽ വലിയൊരു മുന്നേറ്റം. BJP സംബന്ധിച്ചിടത്തോളം ഒരു അക്കൗണ്ട് തുറക്കാത്ത BJP സംബന്ധിച്ചിടത്തോളം അത് ഒരു വലിയ നേട്ടം ടുഡേസ് ചാണക്യ പറയുന്നു. കാരണം 7 സീറ്റുകൾ വരെ അവർക്ക് കിട്ടാം എന്നത്, അങ്ങനെ വന്നാൽ അത് BJPക്ക് ഒരു വലിയ നേട്ടമാകും. മാത്രവുമല്ല ഈ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം വോട്ടുകൾ 62% മുസ്ലിം വോട്ടുകൾ വന്നിരിക്കുന്നത് UDF ലഭിച്ചിരിക്കുന്നത് എന്ന് ടുഡേസ് ചാണക്യ വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ LDF 33% വോട്ടുകൾ ആണ് ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന്, മുസ്ലിം വോട്ടുകളിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. ക്രിസ്ത്യൻ വോട്ടുകൾ 53% UDF നിന്നിരിക്കുന്നു എന്ന് ടുഡേസ് ചാണക്യ പറയുന്നു. അതോടൊപ്പം LDF 34% പേരാണ് ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് LDF നിന്നിരിക്കുന്നത് എന്ന് ടുഡേസ് ചാണക്യ വ്യക്തമാക്കുകയും ചെയ്യുന്നു. പട്ടിക വിഭാഗത്തിൽ നിന്ന് UDF 31% വോട്ടുകൾ ലഭിച്ചു എന്നാണ് പറയുന്നത്. അതേസമയം പട്ടിക വിഭാഗങ്ങളിൽ നിന്ന് LDF കൂടുതൽ വോട്ട് ലഭിച്ചിരിക്കുന്നത്. 49% വോട്ടുകൾ ആണ് LDF ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ടുഡേസ് ചാണക്യയുടെ ഒരു കണക്കനുസരിച്ച് മുന്നോക്ക ഹൈന്ദവ വിഭാഗങ്ങളിൽ നിന്ന് കൂടുതൽ വോട്ടുകൾ UDF ലഭിക്കുന്നു. ഏറ്റവും കൂടുതൽ BJPക്ക് ലഭിച്ചിരിക്കുന്നു എന്ന കണക്കാണ് അവർ നൽകുന്നത്. നായർ വിഭാഗത്തിൽ നിന്ന് 39% വോട്ടുകളും BJPക്ക് പോയിരിക്കുന്നു. 32% UDF എന്ന് കണക്ക് പറയുന്നു. ഈഴവ വോട്ടുകളും 32% BJPക്ക് പോകുമ്പോൾ 20% മാത്രമേ UDF എന്ന് പറയുന്നു. അതേസമയം LDF ഈഴവ വിഭാഗത്തിൽ നിന്ന് 47% വോട്ടുകൾ അവർക്കുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ സ്വാഭാവികമായും UDF ലഭിച്ചിരിക്കുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് ഈ മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ വലിയ ഒരു വോട്ടിൻ്റെ പിന്തുണ അവർക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് ടുഡേസ് ചാണക്യയുടെ ഏറ്റവും ഒടുവിൽ പുറത്തുവന്ന കണക്കുകൾ വ്യക്തമാക്കുന്നു. അപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് വന്ന ആ കണക്കുകളോട് ഏതാണ്ടൊക്കെ സാമ്യമുള്ള രീതിയിൽ തന്നെയാണ് ടുഡേസ് ചാണക്യയുടെയും കണക്കുകൾ. പക്ഷേ BJPക്ക് കാര്യമായ ഒരു നേട്ടം 7 സീറ്റുകൾ വരെ ലഭിക്കാം എന്ന് ടുഡേസ് ചാണക്യ പറയുകയും ചെയ്തു. അപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന കണക്കുകളിലും BJPക്ക് 7 സീറ്റുകൾ വരെ ലഭിക്കാം എന്നുള്ള പ്രവചനങ്ങൾ ചിലരൊക്കെ നടത്തിയിരുന്നു. ടുഡേസ് ചാണക്യയും സമാനമായ രീതിയിൽ തന്നെ 3 മുതൽ 7 വരെ സീറ്റുകൾ BJPക്ക് ലഭിക്കാം എന്ന ഒരു പ്രവചനമാണ് നടത്തുന്നത്. ഏതായാലും ഇനി നമുക്ക് പോകേണ്ടത് ഇന്നത്തെ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ സംബന്ധിച്ച് പലതരത്തിലുള്ള പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. കേരളത്തിൽ ഇടതുമുന്നണിക്ക് അനുകൂലമായ സാഹചര്യമാണ് എന്ന് മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു. അപ്പോൾ കഴിഞ്ഞ തവണ തോൽക്കുമെന്ന് പറഞ്ഞ മണ്ഡലങ്ങളിൽ പോലും തങ്ങൾ വിജയിച്ചിരുന്നു. ഇടതുമുന്നണിക്ക് ബേപ്പൂർ നല്ല വിജയം ഉണ്ടാകും എന്നും മുഹമ്മദ് റിയാസ് പറയുകയാണ്. അപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങളെ അദ്ദേഹം തള്ളിക്കളയുകയാണ്. ആ പ്രതികരണം ഒന്ന് കേൾക്കാം. പൊതുവെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ സാഹചര്യമാണുള്ളത്. കഴിഞ്ഞ എക്സിറ്റ് പോളിൽ ബേപ്പൂർ മണ്ഡലത്തിൽ LDF പരാജയപ്പെടും. ബേപ്പൂർ ഉൾപ്പെടെ പല മണ്ഡലത്തിലും മണിയാശാൻ ഉൾപ്പെടെ പരാജയപ്പെടുന്നതായിരുന്നു. പക്ഷേ വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ കൊടുമഞ്ചോലയും ബേപ്പൂരൊക്കെ നല്ല വോട്ടിന് LDF വിജയിക്കുന്ന സ്ഥിതി വന്നു. അപ്പോൾ അതൊക്കെ ജനങ്ങൾ കണ്ടതാണ്. ബാക്കി വോട്ടെണ്ണുമ്പോൾ പൊതുവെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല വിജയം ഉണ്ടാവും. ബേപ്പൂർ മണ്ഡലത്തിലും നല്ല നിലയിലുള്ള വിജയം LDF ഉണ്ടാവും. പ്രതീക്ഷിച്ച പോലെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നത് എന്നാണ് UDF സ്ഥാനാർത്ഥി അബുമോൻ ജോസഫിന്റെ പ്രതികരണം. ആ പ്രതികരണം കേൾക്കാം. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പ്രതീക്ഷിച്ചിരുന്ന ഒരു ഫലമാണ് എക്സിറ്റ് പോളിലും പുറത്തു വന്നിരിക്കുന്നത്.
തീർച്ചയായിട്ടും കേരളത്തിലൊരു ഭരണമാറ്റം ഉണ്ടാകുമോ എന്ന് തന്നെയാണ് UDF നേതാക്കന്മാരെല്ലാവരും തന്നെ മുൻകൂട്ടി പറഞ്ഞിരുന്നത്. തീർച്ചയായിട്ടും അത് സാധൂകരിക്കുന്ന രീതിയിലുള്ള ഒരു എക്സിറ്റ് പോളാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് തീർച്ചയായിട്ടും വളരെയേറെ പ്രതീക്ഷ നൽകുന്ന ഒരു എക്സിറ്റ് പോളാണ്. കൂട്ടായ പ്രവർത്തനത്തിൻ്റെ വിജയമാണ് UDF ലഭിച്ചത് എന്നായിരുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രതികരണം. കേൾക്കാം ആ പ്രതികരണം. എല്ലാവരും സർവ്വശക്തിയോടുകൂടി ഈ ഗവൺമെൻറ് മാറുന്നതിന് വേണ്ടി ജനങ്ങളോടൊപ്പം പ്രവർത്തിച്ചു. അതിൻ്റെ ഒരു പ്രതിഫലനം എക്സിറ്റ് പോളിലുണ്ടായി എന്നാണ് എൻ്റെ വിശ്വാസം. എക്സിറ്റ് പോളിന് അപ്പുറത്തേക്ക് പോകുമോ എന്നുള്ളതാണ് പല ആളുകളുടെ ഇപ്പോഴത്തെ ചോദ്യം. കാരണം എക്സിറ്റ് പോൾ കൊണ്ട് മാത്രം നിൽക്കാൻ പറ്റുമോ, അതിനപ്പുറത്ത് പോകാൻ കഴിയില്ലേ എന്നൊരു ചോദ്യം കൂടിയുണ്ട്. അതോടൊപ്പം തന്നെ എക്സിറ്റ് പോൾ ഫലങ്ങൾ എപ്പോഴും ശരിയായിക്കൊള്ളണമെന്നില്ല എന്നാണ് LDF കൺവീനർ TP രാമകൃഷ്ണന്റെ പ്രതികരണം. കഴിഞ്ഞ 10 വർഷം ഈ LDF സർക്കാർ ഭരിച്ചു. ഒരു ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലും ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് TP രാമകൃഷ്ണൻ പറഞ്ഞു വയ്ക്കുന്നു. ആ വാക്കുകൾ കൂടി കേൾക്കാം. അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ എക്സിറ്റ് പോള് അത് പൂർണ്ണമായിട്ടും ജനങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രതിഫലിപ്പിക്കുന്നു എന്ന നിലയിൽ നമുക്ക് വിലയിരുത്താൻ കഴിയുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങളെല്ലാം പരിശോധിച്ച് വിശകലനം ചെയ്യുമ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ള ഈ റിപ്പോർട്ട് നമുക്ക് സ്വീകരിക്കാൻ കഴിയാവുന്ന ഒരു നിലയല്ല. അത് അങ്ങനെ സംഭവിച്ചോളണമെന്നില്ല. ഏതായാലും സർക്കാർ വിരുദ്ധ വികാരമില്ല എന്നതിൻ്റെ തെളിവാണ് ഈ എക്സിറ്റ് പോൾ എന്ന് ആണ് MV ഗോവിന്ദൻ്റെ പ്രതികരണം. അത് കേൾക്കാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ച് ഞങ്ങൾക്ക് യാതൊരു ഉത്കണ്ഠയില്ല. ഇപ്പോൾ വന്ന സർവേ 2 കാര്യം വളരെ വ്യക്തതയോടുകൂടി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഒന്ന്, ഗവൺമെൻറ് വിരുദ്ധ വികാരമില്ല. 2, കേരളത്തിലെ മുഖ്യമന്ത്രിയാവാൻ സാധ്യതയുള്ള ഏറ്റവും പ്രമുഖനായ നേതാവ് സഖാവ് പിണറായി വിജയനാണ്. ഈ 2 കാര്യം സർവേയുടെ ഭാഗമായിട്ട് തന്നെ വന്നിട്ടുള്ളതാണ്. 80 മുതൽ 90 സീറ്റുകൾ വരെ നേടി UDF അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ ശരിയാകും എന്നാണ് K മുരളീധരന്റെ ധാരണ. സർവേയിൽ പറയുന്നത്, എക്സിറ്റ് പോളിലും പറയുന്നത് UDF ജയിക്കുന്ന. ഇപ്പോൾ ഞങ്ങളെടുത്ത കണക്ക് അനുസരിച്ച് 80 മുതൽ 90 വരെയുള്ള സീറ്റുകൾ ലഭിക്കുന്നതാണ് പാർട്ടി എടുത്തിട്ടുള്ള ഒരു കണക്കിൽ വ്യക്തമാണ്. ഇത് രണ്ടും ചേർന്ന് നോക്കുമ്പോൾ എക്സിറ്റ് പോളുകൾ പൂർണ്ണമായിട്ടും ശരിയാണെന്നാണ് ഞങ്ങളുടെ ഒരു അസസ്മെന്റ്. ഇനി നമുക്ക് ബംഗാളിലെ ചില രാഷ്ട്രീയ സാഹചര്യങ്ങൾ നോക്കാം. അവിടെ അട്ടിമറി നടക്കുമോ എന്ന് പരിശോധിക്കാം. എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതോടെ ഈ പശ്ചിമ ബംഗാൾ അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പലതരത്തിലുള്ള ചർച്ചകൾ ഉയരുകയാണ്. എക്സിറ്റ് പോൾ ഫലങ്ങൾ സമ്മിശ്ര പ്രതികരണമാണ് ബംഗാളിൽ പറയുന്നതെങ്കിലും 4 എക്സിറ്റ് പോൾ ഫലങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് നേരിയ വിജയം പ്രവചിക്കുകയാണ്. അതേസമയം തൃണമൂൽ കോൺഗ്രസിന് 2 എക്സിറ്റ് പോൾ ഫലങ്ങൾ കാര്യമായ വിജയം പ്രവചിക്കുന്നുണ്ട്. തൃണമൂൽ കോൺഗ്രസ് തൂത്തുവാരും എന്ന് പറയുന്നവരുമുണ്ട്. 294 അംഗ ബംഗാൾ നിയമസഭയിൽ 148 എന്നതാണ് ജയിക്കാനോ അല്ലെങ്കിൽ മുന്നേറാനുള്ള മാന്ത്രിക സംഖ്യ. അപ്പോൾ മെട്രിക്സും പി മാർക്കും BJPക്ക് മുൻതൂക്കം നൽകുമ്പോൾ ജൻമത് പോൾസും പീപ്പിൾസ് പൾസും TMCക്ക് ക്ലീൻ സ്വീപ്പ് പ്രവചിക്കുന്നു. മാട്രിക്സ് 146, 161 സീറ്റുകൾ BJPക്ക് പറയുന്നു. അതേസമയം 120 മുതൽ 140 സീറ്റുകൾ നേടി ഭരണകക്ഷിയായ TMC 2ാം സ്ഥാനത്തെത്തും എന്നാണ് പറയുന്നത്. ബംഗാളിൽ BJPക്ക് 150 മുതൽ 175 സീറ്റുകൾ വരെ ലഭിക്കും എന്ന് പി മാർക്ക് പറയുന്നു. TMCക്ക് അതേസമയം 118 മുതൽ 138 സീറ്റുകളാണ് അവർ പ്രവചിക്കുന്നത്. പോൾ ഡയറിയും സമാനമായ രീതിയിൽ 142 മുതൽ 171 സീറ്റുകൾ വരെ BJP നേടും എന്ന് പ്രവചിക്കുകയാണ്. ബംഗാളിൽ TMCക്ക് അവർ പറയുന്നത് 99 മുതൽ 127 വരെ സീറ്റുകളാണ്. അതേസമയം പ്രജാപോൾ TMCക്ക്
നൽകുന്നത് 85 മുതൽ 110 സീറ്റുകൾ, BJPക്ക് 178 മുതൽ 208 സീറ്റുകൾ വരെ പ്രവചിക്കുന്നു. ബംഗാൾ തെരഞ്ഞെടുപ്പിൽ TMC വിജയിക്കുമെന്നാണ് പീപ്പിൾസ് പൾസ് പ്രവചിക്കുന്നത്. പീപ്പിൾസ് പൾസിൻ്റെ കണക്കനുസരിച്ച് 177 മുതൽ 187 വരെ സീറ്റുകൾ TMCക്ക് ലഭിക്കുമെന്നും ക്ലീൻ സ്വീപ്പ് ഉണ്ടാകുമെന്നുമൊക്കെ അവരും പ്രവചിക്കുന്നുണ്ട്. അപ്പോൾ ഈ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം BJPയുടെ വിജയം എത്ര കണ്ട് യാഥാർത്ഥ്യമാണ് എന്നൊരു വലിയ ചോദ്യം ഉയരുകയാണ്. 2021 ബംഗാളിൽ TMCക്കും BJPക്കും തമ്മിൽ നടന്നത് ഇഞ്ചോടിഞ്ച് മത്സരമാണെന്നാണ് അന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിച്ചത്. പക്ഷേ അതിൻ്റെ ഫലം വന്നപ്പോൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസ് 292 സീറ്റുകളിൽ 156 എണ്ണം നേടി. BJP 292 സീറ്റുകളിൽ 156 നേടുമെന്നും BJP ശക്തമായി 121 സീറ്റുകൾ നേടുമെന്നുമൊക്കെ പോൾസ് പ്രവചിച്ചു. എന്നാൽ ഒടുവിൽ മമതാ ബാനർജിയുടെ നേതൃത്വത്തിൽ TMC തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. അതോടൊപ്പം തന്നെ BJPക്ക് 74 സീറ്റുകളാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത്. പശ്ചിമബംഗാൾ നിയമസഭയിൽ ആദ്യമായി പ്രധാന പ്രതിപക്ഷ പാർട്ടിയായി ഉയരാൻ കഴിഞ്ഞ തവണ BJPക്ക് കഴിയുകയും ചെയ്തു. അപ്പോൾ നേരത്തെ BJPക്ക് വലിയ നേട്ടം പ്രവചിച്ചിരുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ പക്ഷേ ഫലത്തിൽ വന്നപ്പോൾ മമതയ്ക്കായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ബംഗാളിൽ എക്സിറ്റ് പോൾ ഫലങ്ങളെ സംബന്ധിച്ചുള്ള പ്രവചനം അത്ര വിശ്വസനീയമല്ല എന്ന് വേണം ആദ്യ ഒരു ഇതായി മനസ്സിലാക്കാൻ. ഏതായാലും 2026 പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നിർണ്ണയിക്കുന്ന പ്രധാന ഘടകങ്ങളിൽ ഒന്നായി മാറാൻ പോകുന്നത് കാരണം അവിടെയുള്ള ന്യൂനപക്ഷ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട വോട്ടുകളാണ്. സംസ്ഥാനത്ത് മുസ്ലിം ജനസംഖ്യ 27%. ചില ജില്ലകളിൽ അത് 40 മുതൽ 60% വരെയാണ്. അതുകൊണ്ട് തന്നെ ഏകദേശം 90ഓളം മണ്ഡലങ്ങളിൽ ഈ വോട്ടുകൾ ജയപരാജയങ്ങൾ നിർണ്ണയിക്കാൻ ശേഷിയുള്ളതാണ്. പ്രത്യേകിച്ച് മുർഷിദാബാദ്, മാൾഡ, ഉത്തർ ദിനാജ്പൂർ, ബിർഭൂം, സൗത്ത് 24 പർഗാനാസ് എന്നീ ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്ന 85 നിയമസഭാ സീറ്റുകളിൽ 35% മുകളിൽ, ചിലയിടങ്ങളിൽ അത് 66% വരെ മുസ്ലിം ജനസംഖ്യയുണ്ട്. ഈ സംസ്ഥാന ശരാശരിയേക്കാൾ കൂടുതലായിട്ടുള്ള ഈ പോപ്പുലേഷൻ അവിടുത്തെ തെരഞ്ഞെടുപ്പിൽ നിർണായകമാണ്. ഇപ്പോൾ അത് ഏതു തരത്തിൽ BJPയെ ബാധിക്കും എന്നതാണ് ഒരു പ്രധാന ഘടകമായി വരുന്നത്. അപ്പോൾ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ഇടതുമുന്നണിയും 85 സീറ്റുകൾ അവിടെ നേടിയിരുന്നു. അതിൽ സൗത്ത് പർഗാനാസിൽ മികച്ച പ്രകടനം TMCക്ക് 36 സീറ്റുകൾ അന്ന് ലഭിച്ചു. അപ്പോൾ മുർഷിദാബാദിൽ കോൺഗ്രസിന് അന്ന് കിട്ടിയത് 14 സീറ്റുകളാണ്, ഇടതുപക്ഷത്തിന് 6 സീറ്റുകൾ. ഇതേസമയം TMC ആ വർഷം 1 സീറ്റ് മാത്രമേ നേടിയുള്ളൂ. മാൾഡയിലും സമാനമായ ഒരു രീതി ആ ഘട്ടങ്ങളിൽ ദൃശ്യമായിരുന്നു. അവിടെ ആ ഘട്ടത്തിൽ കോൺഗ്രസിന് 8 സീറ്റും ഇടതുപക്ഷത്തിന് 6 സീറ്റും TMCക്ക് 1 സീറ്റും മാത്രമേ ലഭിച്ചുള്ളൂ. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് ആ ന്യൂനപക്ഷ 85 സീറ്റുകളിൽ അന്ന് BJPക്ക് ഒരു നേട്ടവും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. 2016 തെരഞ്ഞെടുപ്പിൽ സാഹചര്യങ്ങൾ മാറുന്നു. മുർഷിദാബാദിൽ TMCയുടെ എണ്ണം 4 സീറ്റുകളായി ഉയർത്തുന്നു. അവിടെ വർധനമുണ്ടാകുന്നു. കോൺഗ്രസിന് 14 സീറ്റ് കിട്ടുന്നു, ഇടതുപക്ഷത്തിനും സീറ്റുകൾ അവിടെ കിട്ടുന്നുണ്ട്. പക്ഷേ ആ കാര്യങ്ങളെല്ലാം മുസ്ലിം ഭൂരിപക്ഷ ജില്ലകളെല്ലാം പിന്നീട് അവിടെ നിന്ന് മാറുന്നു. അവിടെയെല്ലാം TMCയുടെ ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ കഴിയുന്നു. ഇതിൽ 46 പിന്നെ TMCയുടെ അവിടുത്തെ അംഗബലം ഉയരുന്നു. പിന്നീട് 2021 തെരഞ്ഞെടുപ്പിൽ വലിയ നിർണായകമായ മാറ്റം കാണുന്നു. മുസ്ലിം ഭൂരിപക്ഷമുള്ള 85 സീറ്റുകളിൽ TMCക്ക് 75 സീറ്റുകളും നേടാൻ കഴിയുന്നു എന്നതാണ് അതിൽ ശ്രദ്ധേയമായ കാര്യം. അപ്പോൾ അവിടുത്തെ മുസ്ലിം പോപ്പുലേഷൻ തങ്ങൾക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കുന്നുവെന്ന് TMC ഉറച്ച് വിശ്വസിക്കുകയാണ്. മുർഷിദാബാദിൽ 22 സീറ്റുകളിൽ 20 എണ്ണവും TMCക്ക് പിടിച്ചെടുക്കാൻ കഴിഞ്ഞു. പക്ഷേ 2 സീറ്റുകൾ അവിടെ BJPക്ക് പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസിനും ഇടതുപക്ഷവുമൊക്കെ അവിടെ നിന്നും പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ BJPക്ക് വലിയ ശക്തിയുള്ള ഈ മണ്ഡലങ്ങളിൽ ഒരുപക്ഷെ അവിടെ ഈ TMCയും BJPയും തമ്മിലുള്ള നേർക്കുനേർ മത്സരം നടക്കും. പക്ഷേ ഈ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ശക്തിയുള്ള മണ്ഡലങ്ങളിൽ അവിടെ BJPക്ക് വോട്ട് അത്ര കണ്ട് കിട്ടുമോ എന്ന ഒരു സംശയം അവിടെ നിലനിൽക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലായി നിന്നുള്ള ഡാറ്റ പശ്ചിമ ബംഗാളിലെ മുസ്ലിം ആധിപത്യമുള്ള ജില്ലകളിൽ ഒരു നിർണായക രാഷ്ട്രീയ മാറ്റമാണ് അവിടെ കാണിക്കുന്നത്. 15 വർഷത്തെ ഭരണകാലത്ത് മമതയ്ക്ക് അവരുടെ ശക്തി ഇപ്പോഴും പിടിച്ചു നിർത്താൻ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ കഴിയുന്നു എന്നത് ശ്രദ്ധേയമാണ്. അപ്പോൾ മുസ്ലിം വോട്ടർമാർ ഏത് വഴിക്ക് പോകുന്നു എന്ന് അളക്കാൻ ഈ 85 സീറ്റുകളിലെ ഇത്
ഫലങ്ങൾ വളരെ നിർണായകമാണ്. ഇത് മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമാണ് എന്നവർ ഉറച്ച് വിശ്വസിക്കുന്നു. ക്ഷേമ പദ്ധതികൾ, സ്കോളർഷിപ്പുകൾ, മതസൗഹാർദ്ദ രാഷ്ട്രീയ പരിപാടികൾ ഇതെല്ലാം ഗുണകരമായി തങ്ങൾക്ക് അനുകൂലമായി വോട്ടുകളെ ഏകോപിപ്പിച്ച് നൽകിയിട്ടുണ്ട് എന്നാണ് മമതാ ബാനർജി കരുതുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ വലിയ തോതിലുള്ള ഒരു അട്ടിമറി വിജയം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ സംശയമാണ്. ഏതായാലും കോൺഗ്രസ് എത്ര മുസ്ലിം വോട്ടുകൾ ഭിന്നിക്കുന്നു, അതുപോലെ മറ്റ് പാർട്ടികൾ എത്ര മുസ്ലിം വോട്ടുകൾ ഭിന്നിക്കുന്നു എന്നത് അവിടെ സുപ്രധാനമായൊരു ഘടകമായിരിക്കാം. അതനുസരിച്ചായിരിക്കാം BJPയുടെ വിജയം അവിടെ നിർണ്ണയിക്കാൻ പോകുന്നത്. അപ്പോൾ മുസ്ലിം വോട്ടുകൾ ബംഗാളിൻ്റെ ഒരു ചരിത്രം പരിശോധിക്കുമ്പോൾ ആരെ ജയിപ്പിക്കുമെന്നതിലുപരി ഇപ്പോൾ ആരെ തോൽപ്പിക്കും എന്നതിൽ നിർണായകമാവുകയാണ്. ഏതായാലും ഇന്നത്തെ ഇലക്ഷൻ ചാനൽ ഇവിടെ സമാപിക്കുകയാണ്. ഇലക്ഷൻ ചിത്രത്തിൻ്റെ കൂടുതൽ വിപുലമായ ഒരു ദൃശ്യവുമായി നാളെ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.